ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു ക്ലബിനെയും സംബന്ധിച്ചുള്ളത് സ്വന്തം ആരാധകരോട് നീതി പുലർത്തുക. ഏറ്റവും വലിയ മൂല്യം എന്നത് സ്വന്തം ആരാധകരോട് നീതി പുലർത്തുക അല്ലെങ്കിൽ സ്വന്തം ആരാധകരോട് വിശ്വാസ്യത പുലർത്തുക എന്നതാണ്. എന്നാൽ അതിൽ ഏറ്റവും വലിയ പരാജയമാണ് നമ്മുടെ ക്ലബെന്ന് ദിനം പ്രതി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഒന്നുമില്ല. പിന്നെ ഇപ്പൊ സൈനിങ്ങുകൾ വരുന്നുണ്ടല്ലോ. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആളലാണ്. ആ നെഞ്ച് പെടയുന്നുണ്ട് ഓരോ സൈനിങ്ങുകളും വരുമ്പോ. കാരണം ഇവന്മാരെപ്പോഴാണ് ഇനി ഓരോ നമ്മുടെ ഓരോ നമ്മുടെ പൊന്നും വിലയുള്ള നമ്മുടെ പൊന്നും താരങ്ങളെ വിൽക്കുന്നതെന്ന് തൂക്കി വിൽക്കുന്നതെന്ന് ആർക്കറിയാം? ഇറച്ചിക്കോഴികളെ പോലെ തൂക്കി വിൽക്കുന്നതെന്ന് ആർക്കറിയാം? കാരണം ഒന്ന് ആലോചിക്കുക. ഇപ്പം പുതിയ നമ്മുടെ താരം വന്നു. ഇനി കോറോസിങ്ങിനെയോ അങ്ങനെ നമ്മുടെ യുവ പ്രതിഭകളെ വിൽക്കുന്നുണ്ടോ എന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വായിക്കാം. അതെ, ഞാൻ ആ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇപ്പോഴും അങ്ങേര് തന്നെയാണ്, കരോളിസ് കിൻഗിസ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് നോറ ഫെർണാണ്ടസിനെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്. അതായത് നോറ എന്നത് നമ്മുടെ ലോങ് ടേം മിഷന്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹം നമ്മുടെ വെറുതെ ചുമ്മാ എത്തിച്ചതല്ല, ലോങ് ടേം മിഷന്റെ ഭാഗമാണെന്നാണ്. അതേ ലോങ് ടേം മിഷന്റെ ഭാഗം എത്തിച്ച ആ ഒരു താരത്തെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പീരീഡ് പോലും പൂർണ്ണമാകുന്നതിന് മുമ്പ്, 3 വർഷം പോലും തികയുന്നതിന് മുമ്പ് പിന്നെ എന്തിനാണ് സാർ വിറ്റത്? പിന്നെ ഇനി നമുക്ക് സൈനിങ്ങിലേക്ക് വരാം. നമ്മുടെ ഡാനിയൽ മക്കാഡ്മി, അദ്ദേഹം 18 വയസ്സുകാരനാണ്, മണിപ്പൂരുകാരനാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഡ്യൂറൻ കപ്പില് ഹാട്രിക് നേടിയ താരമാണ്. കഴിഞ്ഞ എഡിഷനിൽ ഡ്യൂറൻ കപ്പിന്റെ എന്ന് വെച്ചാല് ആദ്യമായാണ് ഡ്യൂറൻ കപ്പിൽ ഒരു ഇത്രയും പ്രായം കുറഞ്ഞ ഒരു താരം ഹാട്രിക് അടിക്കുന്നതെന്നും ശ്രദ്ധേയം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ചെന്നൈയിൻ FC യൂത്ത് ടീമിലുണ്ടായിരുന്നു. ചെന്നൈയിൻ FC യുവനിരയുടെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. സൗത്ത് യുണൈറ്റഡിന് വേണ്ടി അദ്ദേഹം കളിച്ചു. അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് ആണ്. അദ്ദേഹത്തിന്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ സെൻട്രൽ ഫോർവേഡ് ആണ്. ഗോൾ അടിച്ചു കൂട്ടാൻ മികച്ച ഒരു പടക്കോപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൊൻതാരകങ്ങളെ വിൽക്കുമെന്ന് അവർക്കറിയാം. പിന്നെ അദ്ദേഹം മികച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ കരിയർ മുന്നോട്ട് പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിദ്യാസാഗർ സിംഗ്, ഇഷാൻ പണ്ഡിറ്റ് ഒന്നും ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ആയിട്ട് വന്നിട്ട് കളിക്കാതിരുന്നത് ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് ഗൈസ്. ഞാൻ നോറയുടെ ഒന്നും വീഡിയോ ചെയ്യാതെ ഇരുന്നതെന്ന് വെച്ചാൽ മടുത്ത്. അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ എത്രയാന്ന് വെച്ചാൽ ഗൈസ് പറയുക, ഒരു മാനേജ്മെന്റിനെ പറ്റി പറയുന്നതിന് ഇത്രയും അറുതിയില്ലേ? ഇത്രയും താരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തൂക്കി വിറ്റോണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ഗൈസ് പറയാനുള്ളത്? വിലയേറെ അഭിപ്രായങ്ങൾ മസ്റ്റായി തഴകാൻ പറ്റിയാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.